അതുപോലെ തന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളാകരുത്. മദ്യപിക്കുന്ന ആളാണോ നമ്മൾ എങ്ങനെ അറിയാൻ പറ്റും മദ്യപിക്കുന്ന ആളാണോ? വാഹനം ഓടിക്കുന്നത് മദ്യപിക്കുന്ന ആളാണെന്ന് അറിയാനായിട്ട് നമുക്ക് നിങ്ങളുടെ PTA നിന്നും പാരൻസിന്റെയോ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഒക്കെ ഇടയ്ക്ക് വാഹനം ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നിയമപരമായിട്ട് അധികാരമുണ്ട്. ഇടയ്ക്ക് വാഹനത്തിനകത്ത് കയറിയിട്ട് പരിശോധിക്കുവാനുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. പത്രത്തിൽ മദ്യപിച്ചോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് ഉപയോഗിച്ചോ വാഹനം ഓടിക്കുന്ന ആളോ കുട്ടികളോട് മോശമായിട്ട് പെരുമാറുന്നവരായിരിക്കരുത് ഇപ്പോൾ ഡ്രൈവർ എന്ന് പറഞ്ഞത്. ഡ്രൈവറിന്റെ യൂണിഫോം അറിയാലോ. എന്താണ് ഡ്രൈവറുടെ യൂണിഫോം? വെള്ളയാണ് യൂണിഫോം. ID കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ? ഇവിടെ നിന്ന് ഉണ്ട്. വരുന്നത് വളരെ നല്ലത്. അപ്പം ID കാർഡ് വെള്ളയും നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു EIB-യുടെ പരമാവധി വേഗത എത്രയാണ്? 50 കിലോമീറ്റർ. ഈ വാഹനങ്ങളെല്ലാം തന്നെ ഒന്നാമത്തെ കാര്യം സ്പീഡ് ഗവർണർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്പീഡ് 50-ൽ കൂടുതൽ കവിഞ്ഞ് പോവില്ല. മനസ്സിലായില്ലേ? ഇത് മാക്സിമം 50 കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ ഈ വാഹനങ്ങൾ പോവുകയുള്ളൂ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് GPS ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വാഹനത്തിന്റെ സ്ഥാനം അറിയാനായിട്ട് വിദ്യാവാഹൻ എന്നൊരു ആപ്പുണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്. അത് മോട്ടോർ വാഹന വകുപ്പ് തന്നിരിക്കുന്ന ഒരു ആപ്പാണ്. അതിനകത്ത് ഇതിന്റെ എല്ലാം ഈ വാഹനത്തിന്റെ എല്ലാം പൊസിഷൻ എപ്പോഴും വേണമെങ്കിലും പരിശോധിക്കുവാൻ ഇവിടുത്തെ പ്രധാന അധ്യാപകന് കഴിയും. വിദ്യാവാഹന രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ സാറേ? ചെയ്തിട്ടുണ്ട്. അപ്പൊ വിദ്യാവാഹന രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളെ ഓതറൈസ് ചെയ്യും. നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ അദ്ദേഹം നിങ്ങൾക്ക് കൂടി ഈ വാഹനത്തിന്റെ പൊസിഷൻ അറിയാനുള്ള സിസ്റ്റം കൂടി ഇപ്പോഴുണ്ട്. നിങ്ങൾ വിദ്യാവാഹനം എന്ന് പറഞ്ഞ ആപ്പ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ ഇദ്ദേഹം ഓതറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ വാഹനത്തിന്റെ പൊസിഷൻ, ഈ വാഹനം ഇപ്പോൾ എവിടെ എത്തി എന്നറിയാനുള്ള സിസ്റ്റം കൂടി നിലവിലുണ്ട്. അതൊരു നല്ല കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വാഹനത്തിൽ ഇതിൽ യാത്ര ചെയ്യുന്ന എല്ലാ കുട്ടികളുടെയും ലിസ്റ്റ്, നെയിം, പാരന്റിന്റെ പേര്, ഫോൺ നമ്പർ, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. നമ്മുടെ വാഹനത്തിലുണ്ടോ? ഉണ്ട്. ഇല്ലെങ്കിൽ അത് കൃത്യമായി കീപ്പ് ചെയ്യുക. അത് ഏത് സമയത്ത് വേണമെങ്കിലും EIB ചെക്ക് ഞങ്ങൾക്കൊക്കെ വന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ സാധനം ഉണ്ടോ എന്ന് നോക്കും. അപ്പൊ അത് കൃത്യമായിട്ട് അതുണ്ടായിരിക്കണം. പിന്നെ വാഹനത്തിൽ എന്താ ഉണ്ടായിരിക്കണം? ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടായിരിക്കണം. ഇതൊക്കെ ഡ്രൈവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫയർ എക്സ്റ്റിംഗ്വിഷർ കൃത്യമായിട്ട് എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ അധ്യാപകനെ അറിയിക്കുക. അത് കൃത്യമായിട്ട് റീപ്ലേസ് ചെയ്യണം. പിന്നെ വേണ്ട കാര്യം നമ്മൾ പറയുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടായിരിക്കണം. നിയമപരമായിട്ട് കഴിഞ്ഞാൽ ക്രോസിനുള്ള ഗ്രില്ലോട് കൂടിയ ജനാലകളായിരിക്കണം ഇതിലുള്ളത്. കാരണം കുട്ടികൾ പുറത്തോട്ട് കൈയിടുവാനും പാടില്ല. പിന്നെ ഡോർ ലോക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അച്ഛനെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൃത്യമായി ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വാഹനം പുറപ്പെടുവാനുള്ളൂ. വാഹനം നിർത്തിക്കഴിഞ്ഞാലും ഡോർ ലോക്ക് ചെയ്തിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. നിരവധി അപകടങ്ങൾ ഉണ്ടായിരിക്കുന്ന കുട്ടികൾക്കൊന്നും അറിയില്ല, അവർക്കൊന്നും അറിയില്ല. അവര് ഡോർ തുറന്നിട്ടുണ്ടെങ്കിൽ അവരിറങ്ങും, അവരുടെ പാരന്റ് കാത്തുകയായിരിക്കും, അവർ പെട്ടെന്ന് ഇറങ്ങും. അപകടങ്ങൾ ഒത്തിരി സംഭവിച്ചിട്ടുണ്ട്. ഡോർ ലോക്ക് ചെയ്തതിനു ശേഷം മാത്രമേ. നിങ്ങൾ മനസ്സിലാക്കുക, ഒരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും കുട്ടികളുടെ ഹീറോ ആയിരിക്കും. അവർ വളരെ ഇതായിട്ടാണ് ഡ്രൈവർ നോക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല മാന്യമായ പെരുമാറ്റം മാത്രമേ ഒരു ഡ്രൈവറുടെ, ഒരു EIB ഓടിക്കുന്ന ഡ്രൈവറിൽ നിന്ന് ഉണ്ടാകാൻ പാടുള്ളൂ. നിങ്ങളെ കുട്ടികൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു തരത്തിലുള്ള ഓവർ സ്പീഡിങ്ങോ മറ്റുള്ളവരുമായിട്ട് ഹാഷായിട്ട് ഇടപെടുന്ന സംഭവങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. കുട്ടികൾക്ക് മോശമാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ ഹാബിറ്റ് അതുപോലെ ആയിരിക്കും വളർന്നു വരാൻ സാധ്യത ഉള്ളത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഒരു EIB ഡ്രൈവർ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി, ഇടയ്ക്ക് വണ്ടി ഓടിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ അധികൃതരെ അറിയിക്കാതെ നിങ്ങൾ മറ്റൊരാൾക്ക് വാഹനം കൊടുക്കുവാൻ പാടില്ല. അധികൃതരെ അറിയിച്ചിട്ട് മാത്രമേ വാഹനം കൊടുക്കുവാൻ പാടുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് ഡ്രൈവേഴ്സ് ശ്രദ്ധിക്കാനുള്ള കാര്യം. പിന്നെ പാരന്റ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും ലൈസൻസ് ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ലൈസൻസ് ഉണ്ട്. നമ്മൾ ഈ റോഡില് നിയമപരമായിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ക്ലാസ്സുകളോ മറ്റോ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ? റോഡ് നിയമങ്ങളെ സംബന്ധിച്ചോ റോഡ് സുരക്ഷത്തെ സംബന്ധിച്ചോ എന്തെങ്കിലും ക്ലാസ്സുകൾ മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ സ്കൂളിൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല, നമ്മളൊന്നും പഠിച്ചിട്ടില്ല. അത്തരം ഒരു പ്രസന്റേഷൻസ് ഒന്നും നമുക്ക് കിട്ടിയില്ല. നമ്മൾ മറ്റുള്ളവർ പറഞ്ഞറിയുന്ന കാര്യങ്ങളൊക്കെ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അത് വെച്ചാണ് നമ്മൾ റോഡിൽ
യാത്ര ചെയ്തത്. അതുകൊണ്ട് ഇന്ന് നമുക്കറിയാം കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന പെരുപ്പമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഓരോ വർഷവും 4200-ഓളം പേര് ഇവിടെ ആക്സിഡന്റുകൾ മരിക്കുന്നുണ്ട്. 3 പേരെടുത്താൽ ഒരാൾക്ക് വാഹനമുണ്ട്. ഇത്തരത്തിൽ റോഡിൽ വാഹനങ്ങൾ തിങ്ങി നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ റോഡ് നിയമങ്ങൾ നമ്മൾ നന്നായിട്ട് പാലിച്ചാൽ മാത്രമേ ഈ ആക്സിഡന്റ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളും പ്രായമായവരും ഒക്കെ സുരക്ഷിതരാകുകയും ചെയ്യുകയുള്ളൂ. ഹെൽമറ്റ് വെക്കണം എന്നറിയേണ്ടത് ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും അറിയാം. ഏത് കുഞ്ഞു കുട്ടിക്ക് പോലും അറിയാം. പക്ഷെ നമ്മളോട് നോക്കാം, ആരും ഹെൽമെറ്റ് വെക്കുന്നുണ്ടോ? ആരും ഹെൽമെറ്റ് വെക്കുന്നില്ല. എല്ലാവർക്കും അറിയാം. നമ്മൾ മനസ്സിലാക്കുക, തലയെ സംരക്ഷിക്കാനായിട്ട് ഹെൽമറ്റ് അല്ലാതെ ഇന്ന് മറ്റൊരു ടെക്നോളജി, ബൈക്ക് ഓടിക്കുന്ന ഒരാളുടെ തലയെ സംരക്ഷിക്കാൻ ഹെൽമെറ്റ് അല്ലാതെ മറ്റൊരു ടെക്നോളജി ഇന്നില്ല. എന്നിട്ട് പോലും നമ്മൾ ഹെൽമെറ്റ് വെക്കുവാൻ തയ്യാറാകുന്നില്ല. കാരണം സുരക്ഷ എന്നത് നമ്മളൊരു വലിയ പ്രാധാന്യം കൊടുത്തിട്ടുള്ള കാര്യമല്ല. അപ്പുറത്ത് ചെക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഹെൽമെറ്റ് എടുത്ത് വയ്ക്കും. അനു പറയുന്നു, നമ്മുടെ കൊച്ചുകുട്ടികൾ എത്ര വയസ്സ് മുതലാണ് ഹെൽമെറ്റ് വെക്കേണ്ടത്? അറിയാമോ? പറയാമോ? എത്ര വയസ്സ്? 12 വയസ്സ് അല്ല, 4 വയസ്സ് മുതൽ വാഹനത്തിലുണ്ടെങ്കിൽ ബൈക്കിലുണ്ടെങ്കിൽ ഹെൽമെറ്റ് വെച്ചിരിക്കണം. ഇപ്പൊ ഇവിടെ ബൈക്കിലൊക്കെ സ്കൂട്ടറിലൊക്കെ കൊണ്ടുവരാറില്ലേ? ഇല്ല, 4 വയസ്സ് മുതൽ ഹെൽമെറ്റ് വെക്കണമെന്നാണ് പറയുന്നത്. അതാണ് നിയമപരമായിട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഞങ്ങൾ പറയണം, നിങ്ങൾ അടുത്ത ബർത്ത്ഡേക്ക്, നമ്മുടെ കുഞ്ഞിന്റെ അടുത്ത ബർത്ത്ഡേക്ക് നിങ്ങൾ ഒരു ഹെൽമെറ്റ് നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കൂ. നല്ലതായിരിക്കും. നല്ല കളർഫുൾ ആയ ഒരു ഹെൽമെറ്റ് ആയിക്കോട്ടെ, ബ്ലാക്ക് കളർ ഹെൽമെറ്റ് വേണ്ട, കളറുള്ള ഒരു ഹെൽമെറ്റ് ആയിക്കോട്ടെ. പെട്ടെന്ന് ആൾക്കാർക്ക് തിരിച്ചറിയുന്ന രീതിയിൽ നല്ലൊരു കൊച്ചുകുട്ടിയൊക്കെ സന്തോഷമാവുകയും ചെയ്യും. അവരുടെ തല സംരക്ഷിക്കും. നമ്മൾ പറയുന്നില്ലേ, പലപ്പോഴും പറയാറുണ്ട്, എന്താണ് മൊബൈൽ ഫോണൊക്കെ നമ്മൾ നല്ല കവറൊക്കെ ഇട്ട് സൂക്ഷിക്കാറുണ്ട്. അതാണ് വില കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ കുഞ്ഞുകുട്ടിയുടെയോ തല സംരക്ഷിക്കാൻ ആവശ്യമായ സാധനം നമ്മൾ മേടിച്ചു കൊടുക്കുന്നില്ല. അഥവാ മേടിക്കണമെങ്കിൽ തന്നെ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന സാധനങ്ങളായിരിക്കും നമ്മൾ മേടിച്ചു കൊടുക്കുന്നത്, അല്ലേ? അന്യത്തിൽ എത്ര മാത്രം ബലമുള്ള സാധനങ്ങൾ, ISI മാത്രം നല്ല ഹെൽമെറ്റ് തന്നെ മേടിക്കുക. അത് തന്നെ കുട്ടികൾക്കും നമ്മൾ കൊടുക്കുക. പിന്നെ റോഡ് ക്രോസ് ചെയ്യിക്കാനായിട്ട് കുട്ടികളെ കൃത്യമായിട്ട് നിങ്ങൾ പരിശീലിപ്പിക്കണം. ചെറുപ്പത്തിൽ എത്ര പേർ കൃത്യമായിട്ട് അറിയാം എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യുന്നത്? നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ കുട്ടികളെ കൊണ്ട് നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങി നിങ്ങൾ അലക്ഷ്യമായിട്ട് ക്രോസ് ചെയ്യുന്നെങ്കിൽ കുട്ടികളും അങ്ങനെ തന്നെ ചെയ്യും. അവരുടെ ഹാബിറ്റും അങ്ങനെ തന്നെ ആയിരിക്കും. റോഡിൽ എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ളതെന്ന് അപകടങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കണം. പലപ്പോഴും റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോഴും നമുക്കറിയില്ല എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യേണ്ടതെന്ന്. എങ്ങനെയാണ് റോഡ് ക്രോസ് ചെയ്യേണ്ടത്? ആദ്യം അതിനൊരു ഡ്രില്ലായിട്ട് ആദ്യം വല സൈഡിലേക്ക് നോക്കുക. പിന്നെ